ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂരെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു അരമണിക്കൂറും കൂടി കഴിയുമ്പോൾ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തും. ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിലെയോ കാൽനടയായിട്ടോ നമുക്ക് ക്ഷേത്രത്തിലെത്താവുന്നതാണ്. കാൽനടയായിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതിട്ടാണ് എല്ലാവരും ഗുരുവായൂർ നടയിലേക്ക് നടക്കുക. അമ്പലത്തിൻ്റെ ഇരുവശവും കൂടി ചേർന്നാണ് എല്ലാവരും നടന്ന് അമ്പലത്തിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ കവാടത്തിലേക്ക് എത്തിയ അവിടെ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഗുരുവായൂർ അമ്പല നടയിലെത്തുമ്പോഴുള്ളത്. അവിടെ രസീത് എഴുതാനും വാഹന പൂജയൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ മെയിൻ കവാടത്തിലൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. കുട്ടികളൊക്കെ ഡാൻസ് ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. വഴിപാടുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. കല്യാണങ്ങൾ, ഇഷ്ടംപോലെ കല്യാണം അവിടെ നടക്കുന്നുണ്ട്. അവിടെ കലാപരിപാടികൾ നടക്കുകയാണ്, അരങ്ങേറ്റം നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ അരങ്ങേറ്റവും ബാക്കി കലാപരിപാടികളൊക്കെ മെയിൻ സ്റ്റേജിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്യൂ ഇടുമ്പോൾ ഉള്ള ആളുകളുടെ ഓട്ടവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. തിരക്കുള്ള സമയങ്ങളിൽ അങ്ങനെയാണ്. നമുക്ക് കല്യാണങ്ങളും കാണാൻ കഴിഞ്ഞു. അതും ഒരു പുണ്യദർശനമാണ്. ഇവിടെ കല്യാണം കഴിക്കുന്നതിൽ, താലി കെട്ടുന്നതിൽ സമയം കുറിക്കേണ്ടെന്നാണ് പറയുക. നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. ദർശനത്തിൻ്റെ സമയമായപ്പോൾ നല്ല മഴക്കാലമായിരുന്നു. ക്യൂ നിന്നപ്പോൾ വീണ്ടും നൃത്തമൊക്കെ കണ്ട് ആസ്വദിച്ചാണ് നടന്നത്. ഗുരുവായൂരപ്പനെ ദർശിച്ച് മടങ്ങുമ്പോൾ കടകളൊക്കെ സന്ദർശിച്ചു. വീണ്ടും കാണാം എന്നുള്ള, വീണ്ടും ഉടനെ തന്നെ ഗുരുവായൂരിൽ എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി.